ഒരു അധ്യാപകൻ എങ്ങനെയാവരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ MK റാം. വിദ്യാർത്ഥികളോട് ക്രൂരമായാണ് ഇയാൾ പെരുമാറിയിരുന്നത്. ഇയാളുടെ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ പോലും വിദ്യാർത്ഥികൾക്ക് ഭയമാണ്. ഡോക്ടർ റാമിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും ഇയാളുടെ അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എങ്ങനെയും പഠനം പൂർത്തിയാക്കി പോകേണ്ടതിനാൽ ഇയാളുടെ ക്രൂരതകൾ നിശബ്ദരായി സഹിക്കുക തന്നെ, അല്ലാതെ മറ്റു നിവർത്തിയില്ല. റാം നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങളുമായി തങ്ങൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇയാൾ ഏതെങ്കിലും വിദ്യാർത്ഥിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് കേട്ട് മറ്റു കുട്ടികൾ ചിരിച്ചില്ലെങ്കിൽ പിന്നങ്ങോട്ട് അവരും ഇയാളുടെ നോട്ടപ്പുള്ളികളായിരിക്കും. അതോടെ തുടങ്ങും അവരുടെ കഷ്ടകാലം. പ്രാക്ടിക്കൽ പരീക്ഷ തോൽപ്പിക്കുമെന്ന് പറഞ്ഞാണ് ഇയാൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത്. ഇതുമൂലം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്ത നിരവധി കുട്ടികളുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. അതുകൊണ്ട് റാമിന്റെ നോട്ടപ്പുള്ളിയാകാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരിക്കൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഡോക്ടർ റാമിന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു. പക്ഷെ പിന്നെയും ഇയാൾ അധിക്ഷേപം തുടരുകയായിരുന്നു. ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല. അഥവാ ഇയാളെ എതിർത്ത് ആരെങ്കിലും പരീക്ഷ എഴുതിയാൽ അവരെ പ്രാക്ടിക്കലിന് തോൽപ്പിക്കും എന്ന് പറയും. 1ാം വർഷത്തെയും 3ാം വർഷത്തെയും ക്ലാസ്സുകളിലാണ് റാം പഠിപ്പിക്കുന്നത്. ഇനിയിപ്പോ ഇയാളുടെ നോട്ടപ്പുള്ളികളിൽ ആരെങ്കിലും 1ാം വർഷം ജയിച്ചാലും 3ാം വർഷം പിടിക്കും എന്ന് പറഞ്ഞാണ് ഇയാൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തുക. ഇയാളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ 4ാം വർഷം എത്തണം. ഇനിയിപ്പോ ആർക്കെങ്കിലും പരാതി നൽകണമെന്ന് തോന്നി ചെയ്താൽ ആരാണ് പരാതി നൽകിയതെന്ന് റാം കൃത്യമായി അറിയുകയും ചെയ്യും. അതോടെ പരാതി നൽകിയ വിദ്യാർത്ഥി ഇയാളുടെ നോട്ടപ്പുള്ളിയാവും. ഇത്രയും നാൾ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ നേരിട്ടത് ക്രൂരമായ മാനസിക പീഡനമാണെന്ന് തെളിയുകയാണ്.